السلام عليكم ورحمة الله تعالى وبركاته. أهلا بكم وسهلا مرحبا لكم إلى قناتنا UGC നെറ്റ് അറബിക് ലാംഗ്വേജ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. 7th ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അൽ അദബുൽ അറബി അൽ ഹദീസ്. മഅറൂഫ് അർ-റുസാഫി ഇദാ മാ അഖ മൗതിനഹും ഉനാസുൻ വലം യബ്നു ബിഹി ലിൽ ഇൽമി ദൗറൻ ഫഇന്ന സിയാബഹും അക്ഫാനു മൗത വലൈസ ബുയൂതുഹും ഇല്ലാ ഖുബൂറ. അറിവിനെ സമ്പാദിക്കാത്ത നാടുകളും വീടുകളും ഖബർ പോലെയാണ് എന്നർത്ഥം വരുന്ന ഈ മനോഹരമായ കവിത രചിച്ച രചയിതാവാണ് മഅറൂഫ് അർ-റുസാഫി. 1875 ബഗ്ദാദിലെ റുസാഫ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1945 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നുണ്ട്. തൻ്റെ പിതാവ് കുർദിയും അതുപോലെ ഉമ്മ തുർക്കുമാനിക്കാരിയുമായിരുന്നു. ഷാഇറുൽ ബുസ, ഷാഇറുൽ ഹുർരിയ എന്നീ അപരനാമങ്ങളിൽ അദ്ദേഹം അറിയപ്പെട്ടു. റായിദു ശുഅറാഇൽ ഇറാഖിയീൻ, ഇറാഖി കവികളുടെ നേതാവായി അദ്ദേഹം ഗണിക്കപ്പെട്ടു. തൻ്റെ ഇബ്തിദായിയ വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രസ റാഷിദിയയിൽ പ്രവേശിക്കുകയും തുടർന്ന് മഹ്മൂദ് ശുക്രി അൽ ആലൂസി എന്ന പണ്ഡിതനോടൊപ്പം 13 വർഷം ചെലവിട്ട് അറബി ലാംഗ്വേജും അറബി സാഹിത്യവും പഠിച്ചെടുത്തു. തുടർന്ന് അദ്ദേഹം ഒരു അധ്യാപകനായി വ്യത്യസ്ത മദ്രസകളിൽ ജോലി ചെയ്യുന്നുണ്ട്. മുഅല്ലിമുൽ ലുഗ അൽ അറബിയ, അറബി ഭാഷയുടെ അധ്യാപകനായി വ്യത്യസ്ത മദ്രസകളിൽ അദ്ദേഹം അധ്യാപനം ചെയ്തു. അൽ മദ്രസ അൽ സുൽത്താനിയ അതിൽ പ്രധാനപ്പെട്ട മദ്രസയാണ്. 1921 നായിബുർ റഈസ് ലി ലജ്നത്തി തർജുമ വ തഅരീബ് ഫി വിസാറത്തിൽ മആരിഫ്, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള ലജ്നത്തു തർജുമ വ തഅരീബ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം 1921 സേവനമനുഷ്ഠിക്കുന്നുണ്ട്. നായിബുർ റഈസായി സേവനമനുഷ്ഠിക്കുന്നുണ്ട്. അസ്ദറ അൽ അമൽ, അൽ അമൽ എന്ന പത്രം അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. 1923 അദ്ദേഹം 5 പ്രാവശ്യം പാർലമെൻറ്റ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ ശേഷം 1928 എല്ലാ ഗവൺമെൻറ് ജോലികളിൽ നിന്നും രാജിവെച്ച് അറബി സാഹിത്യവുമായി അദ്ദേഹം കൂടുതൽ ഇടപഴകി. ഇനി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പരിചയപ്പെടാം. ദീവാനു റുസാഫി, റുസാഫിയാത്ത് എന്നറിയപ്പെടുന്ന ദീവാനു റുസാഫി അദ്ദേഹത്തിൻ്റെ കവിത സമാഹാരമാണ്. കൗനിയാത്ത്, ഇജ്തിമാഇയാത്ത്, താരീഖിയാത്ത്, വസ്ഫിയാത്ത് തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹം രചിച്ച കവിതകളാണ് ദീവാനു റുസാഫി. അൽ അനാഷീദുൽ വത്വനിയ, തൻ്റെ വിദ്യാർത്ഥികൾക്കായി രചിച്ച നശീദുകളാണ് അൽ അനാഷീദുൽ വത്വനിയ എന്ന ഗ്രന്ഥം. നഫ്ഉത്തീബ് ഫിൽ ഖിതാബത്തി വൽ ഖതീബ് എന്ന ഗ്രന്ഥം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളുടെ ഒരു സമാഹാരമാണ്. ആസ്ഥാനയിൽ 1915 അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളുടെ ഒരു സമാഹാരമാണ് നഫ്ഉത്തീബ് ഫിൽ ഖിതാബത്തി വൽ ഖതീബ്. ദുറൂസുൻ ഫി ആദാബിൽ ലുഗ അൽ അറബിയ, ബഗ്ദാദിലെ ദാറുൽ മുഅല്ലിമീൻ അദ്ദേഹം സംഘടിപ്പിച്ച പ്രഭാഷണങ്ങളുടെ ക്രോഡീകരണമാണ് ദുറൂസുൻ ഫി ആദാബിൽ ലുഗ അൽ അറബിയ. റസായിലു തഅലീഖാത്ത്, അന്നസ്റുൽ ഫന്നി, അത്തസവുഫുൽ ഇസ്ലാമി, സക്കി മുബാറക്കിൻ്റെ 2 കിതാബുകൾക്കുള്ള നിരൂപണമാണ് റസായിലു തഅലീഖാത്ത് എന്ന മഅറൂഫ് റുസാഫിയുടെ ഗ്രന്ഥം. അല ബാബി സിജിനി അബിൽ അല എന്ന ഗ്രന്ഥം തോഹ ഹുസൈൻ രചിച്ച മഅ അബിൽ അല എന്ന ഗ്രന്ഥത്തിനുള്ള മറുപടിയായി അദ്ദേഹം രചിച്ചതാണ്. അർ-റുഇയ, തുർക്കി ഭാഷയിൽ നിന്ന് തർജുമ ചെയ്ത ഒരു നോവലാണ്. നാസിഫ് കമാലിയുടെ തുർക്കി ഭാഷയിലുള്ള നോവലിൻ്റെ തർജുമയാണ് അർ-റുഇയ എന്ന നോവൽ ഗ്രന്ഥം. തമാഇമു തർബവിയ്യത്തി തർബിയ്യത്തി വ തഅലീം, 1924 അദ്ദേഹം രചിച്ച കവിതയാണ് തമാഇമു തർബിയ്യത്തി വ തഅലീം എന്ന ഗ്രന്ഥം. അദ്ദേഹത്തിൻ്റെ ഖസീദകൾ ഹുർരിയത്തുൽ ഫിക്ർ, ഇലൽ ഉമ്മത്തിൽ അറബിയ, അൽ യതീം ഫിൽ ഈദ്, തംബീഹുൽ ഉമം, അൽ ഫഖർ വസ്സഖാം എന്നിവ അദ്ദേഹത്തിൻ്റെ ഖസീദകളാണ്.